നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തിനാണ് തികച്ചും അപ്രതീക്ഷിതമായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്? പാറ്റകളുടെ സമരം മാത്രമാണോ കാരണം? അതോ ടീം രാഹുൽ ഗാന്ധിയുടെ സമര പരമ്പരകളാണോ കാരണം? അല്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ചുവട് പിന്നോട്ട് വെച്ച ശേഷം 2 ചുവട് മുന്നോട്ട് വെക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഡൽഹിയിലെ യുവജന പ്രക്ഷോഭത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ BJP ലക്ഷ്യമിട്ടത് ഈ തന്ത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ത്യ തങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമാക്കാനുള്ള തന്ത്രങ്ങൾക്കാണ് കേന്ദ്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. യുവജനങ്ങളുടെ സമരം അതിനു തടസ്സമായേക്കാമെന്നവർ ഭയന്നിരുന്നു. ആ ഭയം ഒഴിവാക്കി വിജയം സുനിശ്ചിതമാക്കാനുള്ള നീക്കമാണ് പ്രധാന്റെ രാജി എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്തു വില കൊടുത്തും BJP പാസാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ബില്ലുകളിലൊന്നാണ് മണ്ഡല പുനർനിർണയ ബില്ല്. ഇനിയുള്ള നാളുകൾ ഇന്ത്യ തങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് BJP അതിനെ കാണുന്നത്. മൺസൂൺ സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുമെന്ന ഒരു സൂചനയും കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. 5 ബില്ലുകളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പട്ടികയിൽ ഇല്ലെങ്കിലും ഓഗസ്റ്റ് 13 വരെ നീളുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ മുന്നറിയിപ്പുകളില്ലാതെ തന്നെ മണ്ഡല പുനർനിർണയ ബില്ല് അവതരിപ്പിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനുള്ള ബില്ല് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാസാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി. ഈ വർഷം ഏപ്രിലിൽ മണ്ഡല പുനർനിർണയത്തിനുള്ള ഭേദഗതി 3/2 ഭൂരിപക്ഷം ലഭിക്കാതെ പരാജയപ്പെട്ടിരുന്നു. പകരം പുതിയ ബില്ല് അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. മെയ് മാസത്തിൽ പശ്ചിമ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ ഈ നീക്കങ്ങൾക്കായി മുതലെടുക്കാൻ BJP ശ്രമിക്കുന്നു. ബംഗാളിൽ DMCയിൽ ഭിന്നതകൾ ഉയരുന്നതായി റിപ്പോർട്ട് ഉണ്ട്. തമിഴ്നാട് DMK കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞു. ഇത്തരം സാഹചര്യങ്ങളാണ് BJP മുതലെടുക്കുക. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വാദം ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനുള്ള ബില്ല് നിലവിൽ 39 സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലാണുള്ളത്. പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 7 ലക്ഷം കോടി ലഭിക്കാൻ കഴിയുമെന്നും GDP 1.6% വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാനും BJP നേതാവുമായ PP ചൗധരി അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെയോ അടിസ്ഥാന തത്വങ്ങളെയോ മൗലിക അവകാശങ്ങളെയോ യാതൊരു വിധത്തിലും ലംഘിക്കില്ല എന്ന് ഇന്ത്യയുടെ 6 മുൻ ചീഫ് ജസ്റ്റിസുമാർ സമിതിയോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ പാർലമെന്റ് ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. മണ്ഡല പുനർനിർണയ വഴി പശ്ചിമബംഗാളിനെ 3 ഭാഗങ്ങളായി വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരുന്നു. നേരത്തെ സഭകളിലെ 3/2 ഭൂരിപക്ഷം BJP കീറാമുട്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. കൂറുമാറ്റങ്ങളിലൂടെ തങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം അവർ ഇരു സഭകളിലും ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൂടെ ഏതു ബില്ലും ഏതു ഭേദഗതിയും പാസാക്കിയെടുക്കാമെന്ന ആത്മവിശ്വാസവും അവർക്കുണ്ട്. അതിന്റെ പരീക്ഷണം മൺസൂൺ സമ്മേളനത്തിൽ നടത്തി നോക്കാനായിരുന്നു പദ്ധതി. എന്നാൽ CJPയുടെ സമരത്തെ മുൻനിർത്തി പാർലമെന്റിലെ തങ്ങളുടെ അജണ്ടകൾ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് അട്ടിമറിക്കുന്നതാണ് മൺസൂൺ സമ്മേളനത്തിന്റെ തുടക്കത്തിലെ BJPക്ക് കാണാൻ കഴിഞ്ഞത്. ജന്തർ മന്ദറിലെ സാഹചര്യം സ്ഫോടനാത്മകമായി തുടരുന്നിടത്തോളം പാർലമെന്റിലെ അജണ്ടകൾ നടപ്പാക്കാൻ തങ്ങൾക്കാവില്ലെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നം അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അവർ തിരിച്ചറിഞ്ഞു. ഇതാണ് പ്രധാൻ രാജിവെക്കാൻ കാരണം. അടുത്ത പുനഃസംഘടനയിൽ പ്രധാൻ മറ്റെന്തെങ്കിലും വകുപ്പിൽ മന്ത്രിയായും അത്ഭുതമില്ല എന്ന് നമുക്കറിയാം. ചോദ്യപേപ്പർ ചോർച്ച കൈകാര്യം ചെയ്യാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തിയതും സമരത്തെക്കുറിച്ച് അതുവരെ ഒരക്ഷരം പറയാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രിയിൽ വീഡിയോ സന്ദേശം പുറത്തിറക്കിയതും ചർച്ചയിൽ BJPയുടെ ആവശ്യങ്ങൾ ഒട്ടുമുക്കാലും അംഗീകരിച്ചതും അതുകൊണ്ടായിരുന്നു. പ്രധാന രാജിയിൽ കുറയാത്ത ഒന്നും യുവാക്കൾ അംഗീകരിക്കില്ലെന്നും അതിനാൽ അദ്ദേഹത്തിന്റെ രാജി അനിവാര്യമാണെന്നും BJP നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പൊടുന്നനെ പ്രധാന രാജി ഉണ്ടായത്. CJP സമരത്തിന്റെ ക്രെഡിറ്റ് കോൺഗ്രസ് തട്ടിയെടുക്കുന്നത് തടയുക എന്ന ലക്ഷ്യവും പ്രധാന രാജിക്ക് പിന്നിലുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കർഷകരുടെ സമരവും ഇതിന് സമാനമായിരുന്നു. കോൺഗ്രസും ഇടതു പാർട്ടികളും കർഷക സമരത്തിന്റെ ക്രെഡിറ്റ് കൈവശപ്പെടുത്തുന്നുവെന്ന ഘട്ടം വന്നപ്പോൾ സുപ്രധാനമായ 3 നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ടാണ് കർഷക സമരം അവസാനിപ്പിച്ചത്. തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഏതറ്റം വരെയും താഴാൻ BJP ഒരു മടിയും കാണിക്കാറില്ല. മുതിർന്ന നേതാക്കളായ JP നദ്ദയും സിംഗും വിദ്യാർത്ഥികളും പുതുമുഖങ്ങളുമായ CJP നേതാക്കൾ അശുതോഷ് രംഗയും സൗരവ ദാസിനും മുന്നിൽ കൈകെട്ടിയിരുന്ന വിനീത വിധേയരെ പോലെ ഇരുന്ന് സംസാരിക്കുന്ന കാഴ്ച ഇതിന് വ്യക്തമായ ഉദാഹരണമായിരുന്നു. അനിവാര്യമായ ഘട്ടങ്ങളിലെ തന്ത്രപരമായ പിന്മാറ്റവും കീഴ്പ്പെടലും എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനാവില്ല.
നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ എക്സ് പ്രൊഫൈൽ തിരുത്തി. പ്രൊഫൈലിൽ നിന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്നത് ഒഴിവാക്കി ഈ സംഭൽപൂർ MP, BJP പ്രവർത്തകൻ എന്നിങ്ങനെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും ഉന്നയിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ആഴ്ചകളായി കോക്രോച്ച് ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിവന്ന പ്രതിഷേധങ്ങളെ തുടർന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്.